അങ്ങനെ തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ പൂര വിളംബരം. നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങളാണ് തെക്കേ ഗോപുരനടയിൽ ഇന്നെത്തിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ ആവേശം പൂരനഗരിയിൽ ഇപ്പോഴുമുണ്ട്. വലിയ പുരുഷാരം ഇപ്പോൾ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പൂരത്തെ വരവേറ്റുകൊണ്ട് പൂരവിളംബര ചടങ്ങുകൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായ വലിയ ജനക്കൂട്ടം ഇപ്പോൾ അവിടെ എത്തിയിട്ടുമുണ്ട്. സൂരജ് സജ് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. സൂരജ്, കാത്തിരുന്ന ദിനമാണ് തൃശ്ശൂരുകാർക്ക്. ആ ദിനം അവർ ആഘോഷിക്കുന്നു. വലിയ ജനക്കൂട്ടം ഇതിനോടകം എത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയായിരുന്നു ചടങ്ങുകൾ? പ്രജിൻ, എന്തായാലും വലിയ ജനക്കൂട്ടം ഇങ്ങനെ ഈ കാതോർത്ത് നിൽക്കുകയാണ്. ഈ പൂരവിളംബരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് തുടരുകയാണ്. വലിയ ജനസാഗരം ഇങ്ങനെ ഈ തെക്കേ ഗോപുര നടക്ക് പുറത്ത് നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും, അതായത് ഇത് കാത്തു നിൽക്കുന്ന ആളുകളെല്ലാവരും ഈ മേളം ഈ വാതിലിനടുത്തേക്ക് എത്തുന്നതിന് കാതോർത്ത് നിൽക്കുകയാണ്. മേളം ഇങ്ങനെ അരികിലേക്ക് അടുക്കുന്നതിൻ്റെ ഒരു ശബ്ദം കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഈ മേളം തെക്കേ ഗോപുര നടയോട് അടുക്കുന്നതിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി. അതോടുകൂടി തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാവരും വലിയ ശബ്ദത്തിൽ കൈകൾ ഉയർത്തി ആർപ്പ് വിളിക്കുന്നുണ്ട്. തെക്കേ ഗോപുര നടക്ക് മുന്നിൽ ഈ പല പാട്ടുകൾ പാടി നൃത്തം വെക്കുന്നുണ്ട്. അതാ നമുക്കൊരു ആരവം കേൾക്കാം. അതാ ആരവം മുഴങ്ങുന്നുണ്ട്. വലിയ രീതിയിൽ ശബ്ദമുയർത്തി ആളുകൾ ആരവം ഉയർത്തുന്നുണ്ട്. അതാ ഏതാനും നിമിഷങ്ങൾക്കകം എറണാകുളം ശിവകുമാർ നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഈ തെക്കേ ഗോപുരം വാതിൽ തുറന്ന് പുറത്തിറങ്ങും. അതിന് മിനിറ്റുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആളുകളെല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ചതാ വലിയ ആരവം മുഴക്കുന്നുണ്ട്, വലിയ ശബ്ദം ഉയർത്തുന്നുണ്ട്. ആ മേളം ഇങ്ങോട്ടേക്ക് അടുത്തടുത്തടുത്ത് വരുന്നതാണ് ഇവർക്ക് നൽകുന്ന സൂചന. അതായത് ഈ വാതിൽ തുറക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഈ മേളം ഈ വാതിലിനരികിലേക്ക് എത്തുന്ന ശബ്ദം, ആ ശബ്ദം ഇങ്ങനെ കൂടിക്കൂടി വരും. ആദ്യം ഈ കുറച്ച് മുൻപ് വരെ ഈ മേളം അരികിലേക്ക് എത്തുന്നതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ആ ശബ്ദം ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും വലിയ രീതിയിൽ ആരവം മുഴക്കി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മിനിറ്റുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഈ തെക്കേ ഗോപുര വാതിൽ തുറന്നുകൊണ്ട് പൂര വിളംബരത്തിനായി എത്തും. ഈ വാതിൽ തുറന്നു വരുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് ഈ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത്. തെക്കേ ഗോപുര നടയാകെ നിറഞ്ഞു കവിഞ്ഞു. ഈ തെക്കിൻകാട് മൈതാനത്തിന് സമീപത്തെല്ലാം തന്നെ ഇരിപ്പിടങ്ങൾ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിൽക്കാൻ സ്ഥലം പിടിച്ചുകൊണ്ട് അങ്ങനെ നൂറുകണക്കിന് ആളുകൾ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി എത്തുന്ന ശിവകുമാറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം ഈ വാതിൽ തുറന്ന് ശിവകുമാർ പുറത്തേക്കിറങ്ങും. അതിനുശേഷം നിലപാട് തറയിലെത്തി 3 തവണ ശംഖു വിളിക്കുന്നതോടുകൂടിയാണ് പൂരവിളംബരം പൂർത്തിയാവുക. പക്ഷേ ഇവിടെ നിൽക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ കൽപ്പിക്കുന്നത് ഈ വാതിൽ തുറന്നാൽ പൂരവിളംബരമായി എന്നുള്ളതാണ്. അവർ ആരവം വിളിച്ചുകൊണ്ട് ആ പൂരവിളംബരത്തിന് തുടക്കം കുറിക്കും. അങ്ങനെ ഈ പൂരത്തെ നെഞ്ചേറ്റാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പൂരപ്രേമികളെ കാണാൻ കഴിയും. രാവിലെ മുതൽ തന്നെ, അതായത് ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതിനു ശേഷം ഈ പൂരവിളംബര ദിവസം ഈ വാതിൽ തുറന്നു വരുന്ന ശിവകുമാറിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. നെയ്തലക്കാവമ്മയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. രാവിലെ മുതൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ കനത്ത ചൂട് അത് തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നു. ഈ ചൂടോ അല്ലെങ്കിൽ ഈ കാത്തിരിപ്പിന് വേണ്ടിയുള്ള സമയമോ ഇതൊന്നും തന്നെ ഇവരെ വേദനിപ്പിക്കുന്നില്ല എന്നുള്ളത് വേണം നമുക്ക് ഈ നിമിഷത്തിൽ പറയാൻ. കാരണം സാധാരണ 11:30 കൂടി എത്തേണ്ട പൂരവിളംബരമാണ്. പക്ഷേ അത് വൈകുന്നു. 12 മണിയായി. പക്ഷേ ഇപ്പോഴും ഈ വാതിൽ തുറന്നിട്ടില്ല. പക്ഷെ ആർക്കും ഒരു പരിഭവവുമില്ല. അവരെല്ലാവരും കാത്തു നിൽക്കുകയാണ്. നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി വരുന്ന എറണാകുളം ശിവകുമാർ ആ തുമ്പിക്കൈകൾ ഉയർത്തി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ കാഴ്ച മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇനി അടുത്ത പൂരക്കാലം വരെ കാത്തിരിക്കണം അങ്ങനെ ഒരു കാഴ്ച കാണണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ പൂരക്കാലത്ത് ആ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി പുറത്തിറങ്ങുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് ഇനി അധികം നീളേണ്ടി വരില്ല. അതിനുള്ളിൽ തന്നെ എറണാകുളം ശിവകുമാർ ഈ ജനാരവത്തിന് നടുവിലേക്ക് ആ വാതിൽ തുറന്ന് പുറത്തിറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അകത്ത് ചെറിയ പൂരമുണ്ട്. അതായത് വടക്കുംനാഥനെ വണങ്ങി വടക്കുംനാഥന്റെ അനുമതി തേടിക്കൊണ്ട് വേണം ഈ പൂര വിളംബരം നടത്താൻ. അതിനുവേണ്ടിയാണ് നെയ്തലക്കാവിൽ അമ്മ നെയ്തലക്കാവിൽ നിന്ന് എഴുന്നള്ളി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലൂടെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത്. അകത്ത് പ്രവേശിച്ച് വടക്കുംനാഥനെ വണങ്ങി അവിടെ ഒരു ചെറിയ മേളമുണ്ട്. ആ മേളമെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ മേളവും അതുപോലെ തന്നെ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഈ തെക്കേ ഗോപുര നടയുടെ അരികിലേക്ക് എത്തുന്നതിന്റെ ശബ്ദം അത് കേൾക്കാം. ഈ മേളത്തിന്റെ ശബ്ദത്തിന് കാതോർത്താണ് ഈ വാതിൽ എപ്പോൾ തുറക്കും എന്ന ആളുകൾ ഉൾപ്പെടെ കണ്ടെത്തുക. അങ്ങനെ ഈ വാതിലിനരികിലേക്ക് മേളം എത്തുന്നതിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതോടുകൂടി വലിയ രീതിയിൽ ആളുകൾ എല്ലാവരും ഈ തെക്കേ ഗോപുര നടയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മിനിറ്റുകളുടെ മാത്രം കാത്തിരിപ്പുള്ളൂ. മണിക്കൂറുകളോളം കാത്തിരുന്ന ജനതയ്ക്ക് ഈ മിനിറ്റുകളുടെ കാത്തിരിപ്പ് ഒന്നുമല്ല. അവരെ സംബന്ധിച്ച് മിനിറ്റുകളല്ല
മണിക്കൂറുകളോളം കാത്തിരുന്നാലും സങ്കടമില്ലാത്ത ആളുകളാണ്. ഇന്നലെയൊക്കെ ഈ സാമ്പിൾ വെടിക്കെട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് 5 മണിക്ക് സാമ്പിൾ വെടിക്കെട്ടിന് ഈ റോഡാകെ അടച്ചതാണ്, സ്വരാജ് റൗണ്ട് അടച്ചതാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ തൃശ്ശൂരിലെ പ്രധാന കെട്ടിടങ്ങളിലെല്ലാം ഇടം പിടിച്ച് ഇരിപ്പിടങ്ങൾ പിടിച്ച് ഈ മണിക്കൂറുകളോളം കാത്തിരുന്ന് ഇന്നലെ 7:30 വരെ കാത്തിരുന്നാണ്. 5 മണിക്ക് ഈ റോഡ് അടയ്ക്കുന്നതിന് മുൻപ് കയറി ഇരിപ്പിടം പിടിച്ചു. അതിനുശേഷം 7:30 വരെ കാത്തിരുന്ന് വെടിക്കെട്ട് കണ്ട ജനസമൂഹമാണ്, സാമ്പിൾ വെടിക്കെട്ട് കണ്ട സമൂഹമാണ്. അവർക്കിടയിലേക്കാണ് ഇപ്പോൾ ഈ പൂര വിളംബരം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കാത്തിരിപ്പ് ഒരു പ്രശ്നമല്ല. പക്ഷേ എന്നാൽ പോലും അവരുടെ എറണാകുളം ശിവകുമാർ നെയ്തിലക്കാവ് അമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് വരുന്ന കാഴ്ച കാണാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹം, ആ ജനസമൂഹത്തിന് മുന്നിലേക്കാണ് ഇപ്പോൾ എറണാകുളം ശിവകുമാർ എത്താൻ പോകുന്നത്. എന്തായാലും മിനിറ്റുകൾക്കകം ഈ പൂര വിളംബരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തെക്കേ ഗോപുരവാതിൽ തുറന്ന് എറണാകുളം ശിവകുമാർ പുറത്തിറങ്ങും. അതിനുശേഷം ഈ ജനസാഗരത്തിന് നടുവിലൂടെയായിരിക്കും ശിവകുമാർ നിലപാട് തറയിലേക്ക് പോവുക. നിലപാട് തറയിലേക്ക് ശിവകുമാറിനെ അനുഗമിച്ചുകൊണ്ട് ഈ കാത്തു നിൽക്കുന്ന പൂരപ്രേമികൾ ഒന്നടങ്കം പോകും. അവിടെ എത്തി 3 തവണ ശംഖു വിളിക്കുന്നതോടുകൂടി പൂര വിളംബരമായി എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന് തുടക്കം കുറിക്കുകയായി. ഇന്നും നെയ്തലക്കാവിലമ്മ ഈ വടക്കുംനാഥനിൽ തുടരും, അതായത് വൈകുന്നേരം വരെ തുടരും. ഈ ഉച്ചയ്ക്ക് ശേഷം ചെറുപൂരമുണ്ട്. ആ പൂരവും പൂർത്തിയായി രാത്രിയാണ് നെയ്തലക്കാവിലമ്മ മടങ്ങുക. അതിനുശേഷം നാളെ രാവിലെയോടുകൂടി വിവിധ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ എഴുന്നള്ളും. ആദ്യം എത്തുക കണിമംഗലം ശാസ്താവാണ്. ഈ കണിമംഗലം ശാസ്താവ് വരുന്നതോടുകൂടി തന്നെ വലിയ ആവേശമായിരിക്കും. അതായത് രാവിലെ 6 മണിക്കാണ് കണിമംഗലം ശാസ്താവ് പുറപ്പെടുക. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് വടക്കൻനാഥനിലേക്ക് ഈ കണിമംഗലം ശാസ്താവ് എത്തണം എന്നുള്ളതാണ് ഈ ഐതിഹ്യ പ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഇങ്ങോട്ടേക്ക് എത്തുക, 7 മണിയോട് കൂടിയൊക്കെ എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഈ കണിമംഗലം ശാസ്താവിൻ്റെ ഭാഗമായിട്ടുള്ള ദേവസ്വത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ചെയ്യുക. അതുകൊണ്ട് തന്നെ രാവിലെ കണിമംഗലം ശാസ്താവ് പുറപ്പെടും. അതിനുശേഷം 7 മണിയോടുകൂടി കണിമംഗലം ശാസ്താവ് എത്തും. അതോടൊപ്പം തന്നെ തിരുവമ്പാടി പുറപ്പെടും. അങ്ങനെ തുടങ്ങി വിവിധ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള എല്ലാ ചെറുപൂരങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങും. ആ ചെറുപൂരങ്ങളെല്ലാവരും എത്തി തൃശ്ശൂർ പൂരത്തിൻ വിശ്വപ്രസിദ്ധമാണ്. അതിലേറ്റവും പ്രസിദ്ധമായ ഫ്രെയിമുകളിൽ ഒന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ഫ്രെയിമുകളിൽ ഇനി ബാക്കിയുള്ളത് ഈ തിടമ്പേറ്റി പുറത്തേക്ക് വരുന്ന ഗജവീരനാണ്. ആ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. തൃശ്ശൂർ പൂരത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഫ്രെയിമുകളിൽ ഒന്നിലേക്കാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയെ നമ്മൾ വിളിക്കുന്നത്. മിനിറ്റുകളകം നിമിഷങ്ങളകം ആ മുഹൂർത്തമാവും. ഗജവീരൻ എറണാകുളം ശിവകുമാർ ദൃശ്യങ്ങളിൽ കാണാം. ഈ നടവാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് എഴുന്നള്ളും. സുരജ് സജി തുടരുന്നുണ്ട്. സുരജ് സജി, ഈ ഫ്രെയിം അത് ഏറ്റവും പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം ഫ്രെയിമാണ്. പ്രേക്ഷകർക്ക് കാണാം. അതിൻ്റെ പൂരപ്രേമികളിൽ ആവേശം നിറച്ചാണ് ഈ കാഴ്ച. നെയ്തിലക്കാവലമ്മയുടെ കിടമ്പേറ്റി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഈ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയായിരുന്നു പൂരപ്രേമികൾ ഇത്രയും നാൾ. ഇനിയുള്ള ചടങ്ങുകൾ അത് കഴിഞ്ഞാൽ പൂര വിളംബരം ആകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു ചിത്രം, ഈ ഒരു ഫ്രെയിം അത് വിശ്വപ്രസിദ്ധവുമാണ്. ഈ രീതിയിൽ അപൂർവമായ ചടങ്ങുകളുള്ള ഒരു പൂരം കൂടിയാണ് തൃശ്ശൂർ പൂരം. അങ്ങനെ പൂര വിളംബരമാകുന്ന ശേഷം നാളെ തൊട്ട് ഈ പൂരനഗരിയിലേക്ക് വിവിധ ഘടകക്ഷേത്രങ്ങളിൽ നിന്നും പൂരങ്ങളുടെ വരവുണ്ട്, ചെറുപൂരങ്ങളുടെ വരവ്. പിന്നീടാണ് മേളപ്പെരുക്കം. ഇതെല്ലാം ഇനി കാണാൻ പോവുകയാണ്. അങ്ങനെ ഇത്തവണയും പൂരപ്രേമികളുടെ ആവേശം അത് വാനോളം ഉയർന്ന കാഴ്ച നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നു. ദൃശ്യങ്ങൾ അത് പറയുന്നുമുണ്ട്. നിരവധി ആളുകൾ നേരത്തെ തന്നെ അവിടെ വന്ന് ഇടം പിടിച്ചിരുന്നു ഈ കാഴ്ചകൾ നേരിൽ കാണാൻ. ഇപ്പോൾ അവരുടെ മനം നിറച്ചുകൊണ്ടാണ് എറണാകുളം ശിവകുമാർ നെയ്തിലക്കാവുമ്മയുടെ കിഴമ്പേറ്റി
തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ കാഴ്ച അത് ഇനി പൂരം കൊടിയേറുന്നത് വരെ അല്ലെങ്കിൽ സമാപിക്കുന്നത് വരെ അത് തുടരുകയും ചെയ്യും. ഇനിയുള്ള ഓരോ ചടങ്ങുകളും അതിൽ പൂരപ്രേമികൾ വലിയ ആവേശത്തോടെ പങ്കുചേരുകയും ചെയ്യും. പൂരവിളംബരത്തിന് ഇനിയുമുണ്ട് ചടങ്ങുകൾ. ഇവിടെ നിന്നും ഗജവീരനി തിടമ്പേറ്റി പിന്നീട് വടക്കുന്നാഥന്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയും അവിടെ തുടരുകയും ചെയ്യും. നാളെയാണ് ഘടകക്ഷേത്രങ്ങളിലുള്ള പൂരങ്ങളുടെ വരവുണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ കാണുന്ന ചിത്രം, ഈ കാണുന്ന ദൃശ്യം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാണാം ഇവിടെ പൂരപ്രേമികളുടെ വലിയ ആവേശമുണ്ട്. ദൃശ്യങ്ങൾ പകർത്താനും അത് നേരിൽ കാണാനുമായി നിരവധി ആളുകൾ